ഇപ്പൊ ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചതെന്തറിയോ, 27 കോടി രൂപ കിഫ്ബി വായ്പ വാങ്ങിയിട്ടാണ് ഈ പ്രചാരണ മഹാസംവിധാനം, ഈ പ്രചാരണ കോലാഹലത്തിന് 27 കോടി കിഫ്ബിയിൽ നിന്നാണ് വരുന്നത്. എനിക്കറിയില്ല, ഇതിന്റെ വസ്തുത എനിക്കറിയില്ല, ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പക്ഷെ പത്രത്തിൽ കണ്ടത്. എങ്ങനെയാണ് ഈ കിഫ്ബി പണം വരുന്നത്? കിഫ്ബി പണം നികുതി വരുമാനമായിട്ട് വരുന്നതല്ല. കിഫ്ബി പണം 8%, 9%, 10% പലിശയ്ക്ക് സ്വകാര്യ ഏജൻസികളിൽ നിന്ന് വാങ്ങുന്നതാണ്. എന്തിന്? വികസനാവശ്യത്തിന് വേണ്ടിയിട്ട്. അതിന് പകരം അതെടുത്ത് പുട്ടടിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ വിത്തെടുത്ത് കുത്തുന്ന മാതിരിയാണ്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്ന ഈ കടവും കടക്കണിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇവർ ചെയ്യുന്ന ചെലവിനങ്ങൾ, ഇവരുടെ പ്രധാനപ്പെട്ട ചെലവിനങ്ങൾ പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള കടക്കണിയിലേക്ക് നയിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ചെലവിന്, നേരത്തെ ജ്യോതികുമാർ പറഞ്ഞ മാതിരി വളരെ ഏറ്റവും അനിവാര്യമായ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചെലവിനങ്ങളുണ്ട് സാമൂഹിക ക്ഷേമ രംഗത്തുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ കൊടുക്കേണ്ടത്, ജനങ്ങൾക്ക് പിന്നെ കിട്ടേണ്ട പെൻഷൻ, ഇതൊന്നും കൊടുക്കാതെ ഈ വികസനാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് തോന്നുന്ന മാതിരി പണം ചെലവാക്കിയിട്ട് അതിന് കമ്മീഷൻ അടിച്ചു മാറ്റിയ സംവിധാനത്തെ ഒരു ഭരണമെന്നല്ല, ഭരണത്തിന്റെ നീതിപൂർവ്വ ഭരണമായിട്ട് പറയാൻ കഴിയില്ല. അത് കടക്കണിയിലേക്ക് ഈ നാടിനെ നയിക്കും. ഒരുപക്ഷെ നാളെയുള്ള ഭരണാധികാരികൾ, അതിന്റെ നാട്ടിലെ ജനങ്ങൾ അതിനൊരു സമാധാനം പറയേണ്ടതായിട്ട് വരികയും ചെയ്യും. ഒന്ന്, SUCI അല്ല സമരം നടത്തുന്നത്. SUCIക്ക് ആശാവർക്കർമാരുടെ സംഘടനയില്ല. SUCIയുടെ ട്രേഡ് യൂണിയൻ AIUTUC ആണ്. അതിൽ ഈ സംഘടന അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന സ്വതന്ത്ര സംഘടനയാണ്. ഇത് 71 ദിവസമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെന്റിനോട് ഇൻസെന്റീവ് വേണ്ട എന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നടത്തിയ സമരത്തിന്റെ ഫലമായിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, ഇവിടുന്ന് കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി അടക്കം കേരളത്തിലെ ഒരു MP ഒഴിച്ച് ബാക്കി മുഴുവൻ MPമാരും കേന്ദ്രത്തിൽ രാജ്യസഭയിലും ലോകസഭയിലും നമ്മുടെ സമരം കൊണ്ടെത്തിച്ചതിന്റെ ഫലമായി ആ വേതനം വർദ്ധിപ്പിക്കുമെന്ന്, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ വേണ്ടിയിട്ട് മാത്രം എന്തിനാണ് ഈ പ്രതിനിധികൾ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഈ സമരം തുടങ്ങിയതിൻ്റെ 5ാമത്തെ ദിവസം ആരോഗ്യമന്ത്രി അവരുടെ ചേംബറിൽ വിളിച്ച് സംസാരിച്ചപ്പോഴും 38ാമത്തെ ദിവസം നിയമസഭയിൽ വിളിച്ച് ചർച്ച ചെയ്തപ്പോഴും 53ാമത്തെ ദിവസം വീണ്ടും അവരുടെ ചേംബറിൽ വിളിച്ച് ചർച്ച ചെയ്തപ്പോഴും അവർ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ആശമാർക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ട 21,000 രൂപയല്ല 40,000 രൂപ തരണമെന്നാണ് ഞങ്ങളുടെ എൻ്റെ ആഗ്രഹം. എൻ്റെ ആശമാരാണ്, അവരെ ഞാൻ ചേർത്ത് പിടിക്കുന്നവരാണ്. ആരോഗ്യ മേഖലയിൽ ആശാവർക്കർമാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കി എല്ലാ ആളുകളും. അവർക്കൊരു 40,000 രൂപ വരെ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയും തൊഴിലെടുക്കുന്ന ആളുകളാണ് ഈ പൊതുജനാരോഗ്യ സംവിധാനത്തിന്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ സർക്കാർ ഇത്രയും കടക്കണിയിൽ പെട്ടു നിൽക്കുമ്പോൾ, ഇത്രയും ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ വീണ്ടും ഒരു സാമ്പത്തിക ഭാരം നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂട്ടിത്തരും, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ കൂട്ടിത്തരുമെന്നാണ് പറഞ്ഞത്. ഞങ്ങളെ 53ാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ മറ്റ് CITU, INTUCയും AITUCയും STUവും അടക്കമുള്ള യൂണിയനുകളെ കൂടി വിളിച്ചപ്പോൾ ആ ചർച്ചയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ചാനലുകാരോട് പങ്കെടുത്തുകൊണ്ട് എളമരിയും കരീം സഖാവ് എന്താണ് പറഞ്ഞത്? സർക്കാരിനോട് ഓണറേറിയം കൂട്ടിത്തരാൻ ഞങ്ങൾ ആവശ്യപ്പെടില്ല ഈ ചർച്ചയിൽ, കാരണം സർക്കാർ സാമ്പത്തിക ബാധ്യതയിലാണ്. ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ സമരം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള നിലയിൽ ഇവർ വിളിച്ചു ചേർത്ത 53ാമത്തെ ദിവസത്തെ ചർച്ചയിലും സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് സമരം നിർത്തി പോകണമെന്ന് ഒരു കമ്മിറ്റിയുടെ പ്രപ്പോസൽ വെച്ചിട്ട് പോകണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾ വെച്ച കമ്മിറ്റി അതിനകത്ത് വരുന്ന ഡിസ്കഷൻസിൽ ഓണറേറിയം വർധനവ് ഒരു വിഷയമായി വരും എന്നവർ പറഞ്ഞപ്പോൾ, ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സമരത്തിന്റെ അവിടെ നടക്കുന്ന സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച വിളിച്ചത്. മന്ത്രിസഭാ വാർഷിക ചർച്ചയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞതിന് എന്നോട് അവതരിപ്പിച്ചത് മന്ത്രിസഭാ വാർഷികമാണ് ചർച്ച. ഇതല്ല ചർച്ചാ വിഷയം. ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞ കാര്യമാണ്. മന്ത്രിസഭാ വാർഷിക ചർച്ചയ്ക്കാണെങ്കിൽ ഞാൻ തുടരാം. കാരണം മന്ത്രിസഭാ വാർഷികമാണ് എന്നോട് പറഞ്ഞത്. ആശാസമരമല്ല എന്റെ ചർച്ച. അല്ലല്ല, ഇങ്ങനെ ചർച്ച എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചർച്ച എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് വേണു തന്നെ പറഞ്ഞത് മന്ത്രിസഭാ വാർഷികമാണ്. അത് ഞാൻ പറഞ്ഞോളാം. ആശാസമരം വേറെ പറഞ്ഞോട്ടെ, വേറെ പറയാം. അത് നമുക്ക് വേറെ നേരം ഉണ്ടാവും. ഇതില്ല, മന്ത്രിസഭാ വാർഷികമാണ് എന്നോട് പറഞ്ഞ സബ്ജക്റ്റ്. ഞാൻ അതിന് തയ്യാറാണ്. ഇത് ആശാസമരം വേറൊരു കാര്യമാണ്. നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അല്ലല്ല, ഇതിനകത്തെ പ്രശ്നം എന്താണ്?
ഇതിനകത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾ നടത്തിക്കോ. അല്ലെന്നേ ശ്രീ നിങ്ങൾ അനിൽകുമാർ, ആയിക്കോളൂ. ഇതിനകത്തെ പ്രശ്നം ഞാൻ എന്താണ്? പറഞ്ഞ എന്നോട് പറഞ്ഞ സബ്ജക്ട് അല്ലാത്തതുകൊണ്ട് അല്ല, ഇതിനകത്തെ പ്രശ്നം എന്താണ്? സബ്ജക്ട് അല്ല ഇത്. നോ 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 നോ. ഇതിനകത്തെ പ്രശ്നം എന്താണ്? ഇതിനകത്തെ പ്രശ്നം എന്താണ്? ഇപ്പോ ഇവിടെ ബിന്ദു അടക്കമുള്ളവരെ പാട്ടകുലുക്കി സമരം ചെയ്യുന്നവർ എന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, ഒരു സെക്കൻഡ്, പാട്ടകുലുക്കി സമരം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യമാണ്, അല്ല, ഇന്നിപ്പോ 25 കോടി 91 ലക്ഷം രൂപ പെട്ടെന്ന് അനുവദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ 500 ഹോർഡിങ്ങിനടക്കം 15 കോടി 63 ലക്ഷം അനുവദിക്കുന്നു. ഇതേത് പാട്ടകുലുക്കിയിട്ടാണ് എന്നതറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇതറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഒന്നിൽ നിന്ന് വേർതിരിഞ്ഞല്ല നിൽക്കുന്നത്. ശരി ശരി, ശ്രീമതി ബിന്ദു, ഞാൻ അങ്ങയിലേക്ക് വീണ്ടും വരാം. ശ്രീമതി എം എ ബിന്ദു, ഇപ്പോ ഈ ചർച്ച അലസിപ്പിക്കാനുള്ള കൗശലത്തിന് നിന്ന് കൊടുക്കേണ്ടതില്ല നമ്മൾ. ഞാൻ വരാം ശ്രീമതി ബിന്ദു, ഞാൻ അങ്ങയിലേക്ക് വരാം.